തൊണ്ടിമുതൽ കേസിൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആന്റണി രാജുവിന്റെ അപ്പീൽ സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതി പരാമർശങ്ങൾ നീക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. ജസ്റ്റിസ് ദീപാങ്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഡി ധനസുമോദ് കൂടുതൽ വിവരങ്ങളുമായി. ധനസുമോദ്, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം? കോടതിയുടെ പ്രതികരണം അല്ലെങ്കിൽ തീരുമാനം എന്താണ്? നിഷാദ്, പ്രധാനമായും രണ്ടാവശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ശിക്ഷാവിധി മരവിപ്പിക്കണം. രണ്ട്, ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ നീക്കം ചെയ്യണം. ഈ രണ്ടാവശ്യങ്ങളും പാടെ തള്ളിയിരിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. കാര്യം സുപ്രീം കോടതി പറയുന്നത് ഈ വിധിപ്പകർപ്പിൽ തന്നെയുണ്ട് ഇത്തരത്തെ പരാമർശങ്ങൾ ആവശ്യമുള്ളത്. ഇത് ഈ ശിക്ഷ സാധൂകരിക്കാൻ വേണ്ടിയുള്ള ഒരു പരാമർശങ്ങളാണുള്ളത്. അതുകൊണ്ട് ഈ പരാമർശങ്ങളായി മാത്രം നീക്കം ചെയ്യാൻ ആവില്ല എന്ന നിലപാട് തന്നെയാണ് സുപ്രീം കോടതിയിലുണ്ടായത്. മാത്രമല്ല, ഇന്ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ ഇതിലൊന്നും ആയിരുന്നില്ല, അതായത് ശിക്ഷാവിധി മരവിപ്പിക്കണം എന്ന ആവശ്യത്തിലായിരുന്നില്ല ഊന്നി വാദിച്ചത്. അഭിഭാഷകർ പ്രധാനമായും ഈ പരാമർശങ്ങൾ നീക്കം ചെയ്യണം എന്നുള്ള ഒരു ഭാഗം മാത്രമാണ് പ്രസ് ചെയ്തത്. പക്ഷേ അത് അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. ഇതിനാധാരമായിട്ടുള്ളത് മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു ആദ്യം 3 വർഷം തടവിനും പിഴയ്ക്കും വേണ്ടി ശിക്ഷിച്ചത്. ആ സമയത്ത് തന്നെ ശിക്ഷ നടപ്പാക്കേണ്ട എന്നുള്ള ഒരു കാര്യം 1 മാസത്തേക്ക് ശിക്ഷ നടപ്പാക്കിയിരുന്നില്ല. അതായത് ജയിലിൽ പോകേണ്ട കാര്യം 1 മാസത്തേക്ക് ഉണ്ടായിരുന്നില്ല. അത് സെഷൻ കോടതിയിലേക്ക് എത്താനും അവിടെ നിന്ന് ഒരു ഇളവ് കിട്ടാനുള്ള ഒരു സമയമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ളൊരു അനുകൂലമായ വിധി, അതായത് ശിക്ഷ നടപ്പാക്കുന്നത് സെഷൻ കോടതി മരവിപ്പിച്ചിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഒരു സാധാരണക്കാരനാണെങ്കിൽ അവിടെ വെച്ച് ആ തരത്തിലുള്ള നിയമ പോരാട്ടം താൽക്കാലികമായി അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷേ ആന്റണി രാജു വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കണം എന്നുള്ളതുകൊണ്ട് ശിക്ഷാവിധി കൂടി മരവിപ്പിക്കേണ്ടിയിരുന്നു. ഈ ആവശ്യം സെഷൻ കോടതി അംഗീകരിച്ചില്ല. ഹൈക്കോടതിയിലെത്തി. ആ ആവശ്യം ഹൈക്കോടതിയും അംഗീകരിച്ചില്ല. ഇതേ തുടർന്നാണ് സുപ്രീം കോടതിയിലെത്തിയത്. ഇപ്പോൾ സുപ്രീം കോടതിയും ഈ ആവശ്യം അംഗീകരിച്ചില്ല. അതായത് അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിൽ പോലും ഇനി 6 വർഷത്തേക്ക്, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിഞ്ഞില്ല. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടിയുള്ള ഒരു മത്സര വിലക്കുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ആന്റണി രാജുവിന് ഏറ്റിരിക്കുന്ന തിരിച്ചടി. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.